നമ്മൾ വിർച്വൽ റിയാലിറ്റി എന്ന ടെക്നോളജി വരാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ക്ലിക്കായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ സിനിമ തന്നെ വി ആറിലേക്ക് മാറുമായിരിക്കാം. അങ്ങനെ മാറിയാൽ നമ്മൾ, കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ എടുക്കുന്ന സിനിമ ആൽപച്ചീനോയും റോബർട്ട് ഡിനോറയും കാണണമെന്ന്. ഈ ആൽപച്ചീനോയും റോബർട്ട് ഡിനോറയും സിനിമ കാണിക്കാൻ വേണ്ടി നമ്മൾ 2D ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. പക്ഷെ വി ആർ ഒരു പുതിയൊരു സാധനമായതുകൊണ്ട് ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ അതിനകത്തൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് അവരിന്ന് കണ്ടാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ആദ്യ തുടക്കത്തില് നമ്മൾ വി ആർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് അടുത്തത്. പക്ഷെ അടുത്ത് കഴിഞ്ഞ് നമ്മളിപ്പം കാത്തിരുന്നത് ഇതിനകത്ത് പ്രൈം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൾ ഇത് ഇറക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആപ്പിൾ വിഷൻ പ്രോ ഇറക്കിയപ്പോൾ ഫസ്റ്റ് ബുക്കിംഗ് ഡേറ്റ് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ട് UK മിൽട്ടൺ കീൻസ് വെച്ചിട്ട് അതിന്റെ ഇനാഗ്രേഷൻ ലോഞ്ചിങ്ങിൽ ഞാൻ ആണ് പോയി വാങ്ങുന്നത്. ഞാനത് കൈപ്പറ്റുന്നു. പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വി ആറിനെ പറ്റി കേട്ടതും വായിച്ചുള്ള അറിവ് മാത്രമേ എനിക്ക് അപ്പോൾ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ വി ആർ ഈ ഡിവൈസിൽ കാണുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പലർക്കും അത്ഭുതം. കാരണം ആദ്യമായിട്ട് മേടിക്കുന്ന ഒരാൾ ഇത്രയും ആവേശത്തോടെ വരുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് വി ആർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണല്ലോ. പക്ഷെ എനിക്ക് എന്താണ് വി ആർ എന്നുള്ള കേട്ടുള്ള അറിവ് മാത്രമേ എനിക്ക് അപ്പോഴുള്ളൂ. ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ, നമുക്ക് ശരിക്കും ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ കൂടെ ഫസ്റ്റ് വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവരും ജീവിക്കാൻ മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വി ആർ കാണിച്ചു കൊടുത്താൽ മതി. വി ആറിൽ നല്ലൊരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി. കാരണം അവർക്ക് മനസ്സിലാവും ഞാനൊരു 10 കൊല്ലവും കൂടെ ജീവിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്.